EIG ത്രൂ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്റെ പേര് റോഹൻ ജോസഫ്. ഇവരെന്റെ ഫ്രണ്ട്സ് ആണ്, മെൽനി, മെറീറ്റ. ഞങ്ങൾ മൂന്നുപേരും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ് ആണ്. ഈ ജർമ്മനി എന്നുള്ളൊരു ഡ്രീം എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പം മുതലേ അബ്രോഡ് എവിടെയെങ്കിലും പോകണമെന്നാണ്. സോ ഐ ചൂസ് ജർമ്മനി. ബിടെക് പാസ്സായിട്ട് കുറെ പ്ലേസ്മെന്റോടെ ഇങ്ങനെ ജോലി ഒക്കെയായിരുന്നു. പക്ഷെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ജർമ്മനിയിലെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ്. എനിക്ക് ബാച്ചിലേഴ്സ് ഇവിടെ കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് ജർമ്മനി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനി സെലക്ട് ചെയ്തു. എങ്ങനെയാണ് ഇപ്പൊ ചൂസ് ചെയ്തത്? ഞങ്ങളുടെ മൂന്നുപേരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പൊ അവൻ EIG ത്രൂ ആണ് എല്ലാം അപ്ലൈ ചെയ്തത്. ബാക്കി ഏജൻസിലും പോയപ്പോൾ അവരാരും ഒരു 100% ഉറപ്പ് പറഞ്ഞില്ല പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുന്നു. EIG മാത്രം ഒരു ഗ്യാരണ്ടി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു EIG തന്നെ ചൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ EIGയുടെ സർവീസ് ഒക്കെ? അവരുടെ ഒരു ഓവറോൾ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും നമുക്ക് ഡേ 1 തൊട്ട് നല്ല എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും നമുക്ക് അപ്പൊ തന്നെ റീപ്ലൈ തരായിരുന്നു ചേച്ചി. സ്മിതി ചേച്ചി ആയിരുന്നു ഞങ്ങളുടെ മൂന്നുപേർക്കും അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് കാര്യം വന്നാലും അപ്പൊ തന്നെ നമുക്ക് അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ചേച്ചി പറഞ്ഞ സെയിം ടൈം ലൈനിൽ തന്നെയായിരുന്നു ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഓഫ് ലെറ്റർ ആണെങ്കിലും എല്ലാം ആ കറക്റ്റ് ടൈം ലൈനിൽ വന്നുകൊണ്ട് നമുക്ക് എത്ര എല്ലാം നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ. ജർമ്മനിയിലെ പബ്ലിക് എഡ്യൂക്കേഷൻ ഇങ്ങനെ അഫോർഡബിൾ ആയിട്ടും ഫ്രീ ആയിട്ട് തോന്നി. അപ്പൊ അവരുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇങ്ങനെ തോന്നി. പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സും ബാക്കി എല്ലാ ഫീൽഡിലും എല്ലാവർക്കും ചെയ്യണമെങ്കിൽ ജർമ്മനി തന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ബാക്കി എല്ലാ കൺട്രീസിലും നമുക്ക് ട്യൂഷൻ ഫീസ് അങ്ങനെ സെപ്പറേറ്റ് കുറെ ഫീസ് ഉണ്ട്. അപ്പൊ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ജർമ്മനിയാണ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജർമ്മനി തന്നെ. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് പല കൺട്രീസ് നോക്കിയായിരുന്നു. ജർമ്മനി നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിന് കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇങ്ങനെ കേട്ടു വന്നത്. ജർമ്മനി തന്നെ സെലക്ട് ചെയ്യാന്ന് വെച്ചു. ഞങ്ങൾ കുറെ ഏജൻസി നോക്കിയിട്ടുണ്ടായിരുന്നു ജർമ്മനി പോകാൻ വേണ്ടിയിട്ട്. ബട്ട് അവിടെ എല്ലായിടത്തും നമുക്ക് ഫീസ് സർവീസ് ചാർജ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി EIGയിലായിരുന്നു കുറവ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ജർമ്മനിക്ക് പോകാൻ EIG തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഇവരുടെ ഇൻസ്റ്റ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പൊ കുറെ സ്റ്റുഡൻസ് പോയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. അവര് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. നമ്മുടെ അസിസ്റ്റന്റ് ആണെങ്കിലും നമുക്ക് എപ്പോഴും എന്ത് ചോദിക്കാം, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ EIG തന്നെ. ഞാൻ ആരെങ്കിലും ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജർമ്മനി EIG തന്നെ അപ്രോച്ച് ചെയ്യാൻ പറയും. ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന എല്ലാവരുടെ അടുത്തും ഇപ്പം ഞങ്ങളുടെ അടുത്ത് പേപ്പർ വർക്കൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഇവർ തന്നെ സജസ്റ്റ് ചെയ്യുക. കാരണം 100% സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും. നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് EIG ഓവർസീസ്.